തുടങ്ങാം. സംശയമുണ്ടോ? കൊച്ചളിയ, പുതിയ ബോള് കൊണ്ടുവരാം. ഈ ഫുട്ബോള് ചതഞ്ഞു പോയി. എടാ, ഇത് റഗ്ബി ബോളാണ്, ഫുട്ബോൾ അല്ല. പോത്തിനെ കുളിപ്പിച്ചെന്ന് വെച്ച് അത് വെളുക്കാൻ പോകുന്നില്ല. സംശയമുണ്ടോ? പക്ഷെ ഈ കറുത്ത ബോളിനെ നമുക്ക് വേണമെങ്കിൽ വെളുപ്പിക്കാം. എനിക്ക് താ. ഇല്ല. സണ്ണി, വേഗം ബോൾ പിടിക്ക്. എന്നെ ഇനി ആർക്കും തടയാൻ കഴിയില്ല. കളിയിൽ ശ്രദ്ധിക്ക, സണ്ണി ബോൾ കൊണ്ട് പോവുകയാണ്. ബോൾ കൊണ്ടുപോകുന്നു വിചാരിച്ചു. ഗോളടിക്കാൻ കരുതിയോ? നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. എടാ കഴുതകളെ, സണ്ണിയെ തല്ലാനല്ല ഞാൻ പറഞ്ഞത്, ബോളിനെ ശ്രദ്ധിക്കാനാണ്. തോത്താറാമിന്റെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിക്ക. അതെ ഭായ്, ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തട്ടിപ്പറിക്ക. അടിച്ചു, പൊളിച്ചു, തിമിർത്തു. ജാക്ക് പോട്ട്. ഞാൻ എവിടെയാണ്? എന്താടാ ഈ കാണിക്കുന്നേ? ഇത് റഗ്ബിയാണ്, ബോക്സിംഗ് അല്ല. അറിയാം ഭായ്, ഗോളല്ലേ അടിക്കേണ്ടത്. ഇപ്പൊ അടിച്ച് തകർത്ത് തരാം. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷെ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഉപദ്രവിക്കാൻ നോക്കുകയാണല്ലേ? അല്ല കിറ്റി, ഞങ്ങള് ബോൾ കിക്ക് ചെയ്യായിരുന്നു. നിന്റെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും വേണ്ടതാണ്. കന്ന സർ ഇതുവരെ ഫോൺ എടുക്കുന്നേ ഇല്ല. ഫോണിന് ഭാരം കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് എടുക്കാത്തത്. നമ്മുടെ പോപ്പട്ടിന് പോലും ലാൻഡ് ലൈൻ ഫോൺ എടുക്കാനേ പറ്റില്ല. രാവിലത്തെ ഫ്ലൈറ്റിന് അദ്ദേഹം ജോയ്നഗറിലേക്ക് പോയതാ. അദ്ദേഹം ഫോൺ എടുക്കുന്നേ ഇല്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുക്കാനായിട്ട് അദ്ദേഹം എന്തിനാ ജോയ്നഗറിലേക്ക് പോയത്? നമ്മുടെ നാട്ടിൽ തന്നെ എത്രമാത്രം ഫോണുകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താ പോരെ? നീ മണ്ടത്തരം പറയുന്ന ഒന്ന് നിർത്ത്. കിറ്റി വല്ലാത്ത ടെൻഷനിലാണ്. എന്തോ സീരിയസ് പ്രശ്നമുണ്ട്. സംശയമുണ്ടോ? അതെ, കന്ന സാറിന്റെ അങ്കിൾ ഏതൊരു ഇമ്പോർട്ടന്റ് ഫോർമുലയായിട്ട് ജോയ്നഗറിലേക്ക് പോയതാണ്. ജോയ്നഗർ ഹോട്ടലിൽ നിന്ന് അദ്ദേഹം ഫോൺ ചെയ്തിരുന്നു. ആരോ അദ്ദേഹത്തിന്റെ ഫോർമുല മോഷ്ടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. അതിനുശേഷം അങ്കിളിന്റെ ഒരു വിവരം ഇല്ലാത്തോണ്ടാണ് സാറ് ജോയ്നഗറിലേക്ക് പോയത്. ഇപ്പൊ സാറും അങ്കിളും ആരും തന്നെ ഫോൺ എടുക്കുന്നേ ഇല്ല. തീർച്ചയായും എടുക്കും. അത്രയ്ക്കുള്ള ഭാരമൊന്നും ഉണ്ടാവില്ല. രണ്ടുപേർ ചേർന്ന് എടുക്കാൻ പറ്റാത്ത ഫോണുണ്ടോ? ശരിയല്ലേ കൊച്ചളിയ? എടാ, ഫോൺ എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, പ്രശ്നം കാരണമായിരിക്കും ഫോൺ എടുക്കാതിരിക്കുന്നത്. സംശയമുണ്ടോ? അതെ, അവരെന്തോ വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. പ്ലീസ് ഹെൽപ്പ് മീ. നീ പേടിക്കണ്ട കിറ്റി, നമുക്ക് ഇന്ന് തന്നെ ജോയ് നഗറിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച്. ഇതിൽ താങ്ക്സ് പറയാൻ മാത്രം എന്താണുള്ളത്? കൂട്ടുകാരാണ് കൂട്ടുകാർക്ക് ഉപകരിക്കേണ്ടത്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ആ ഹോട്ടലിൽ ഞാൻ ഇപ്പൊ തന്നെ ഓൺലൈനിൽ ഞാൻ റൂം ബുക്ക് ചെയ്തേക്കാം.
അതെ, പലചരക്കില്ലാതെ എന്ത് ജീവിതമാണ്? അതില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? അരി, പഞ്ചസാര, ഉള്ളി, മുളക് എല്ലാം വേണമെങ്കിൽ വാങ്ങിച്ചോളൂ സാർ. സാർ ഇപ്പോഴും ഒരു കാര്യം മറന്നു പോവുകയാണ്. അങ്ങൊരു സ്മഗ്ലറാണ്, ഇങ്ങനെ കിടക്കാരനല്ല. നമ്മുടെ അടുത്തുള്ളത് പലചരക്കുമല്ല, രത്നങ്ങളുള്ള ബാഗാണ്. ഈ ബാഗിന് വല്ലാത്തൊരു ഭാരം. അല്പസമയത്തേക്ക് ഈ ബാഗ് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ആ കാര്യം ഞാൻ മറന്നുപോയി. നമ്മുടെ അടുത്തുള്ളത് രത്നങ്ങളുള്ള ബാഗാണ്. Here is the key for room number 666. എന്താ പറഞ്ഞ? ഏതാ റൂം നമ്പർ? 666. നിങ്ങളുടെ ഇംഗ്ലീഷ് തമിഴിനേക്കാളും കഠിനമാണല്ലോ. സംശയമുണ്ടോ? എന്നാ ശരി, ഞാൻ മലയാളത്തിൽ തന്നെ പറയാം. 6th ഫ്ലോറിൽ പോയിട്ട് അവിടുന്ന് നേരെ പോയാൽ റൈറ്റ് സൈഡിലുള്ള റൂമാണ്. മനസ്സിലായല്ലോ? എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. 6th ഫ്ലോറിൽ ചെന്നിട്ട് റൂം നമ്പർ 666 ആണ്. വരൂ, അങ്കിളിന്റെ മുറിയും ആ ഫ്ലോറിൽ തന്നെയാണ്. അങ്കിളിന്റെ റൂം ഉണ്ടെങ്കിൽ പിന്നെന്തിനാ നമ്മള് മുറി എടുക്കുന്നേ? വരൂ, മുകളിൽ പോയി അങ്കിളുടെ റൂം നമുക്ക് ചെക്ക് ചെയ്യാം. ഇതെന്താ, രണ്ട് ബാഗ് ഒരുപോലെ ഉണ്ടല്ലോ. ഇതിലിപ്പോ എന്റെ ബാഗ് ഏതെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? കുത്തി കുത്താനവരമ്പ്, കല്ല് കുത്ത് കരിങ്കുത്ത്. കൊള്ള, അപ്പൊ ഇതായിരുന്നല്ലേ? അപ്പോൾ നമുക്ക് ഡീൽ ഉറപ്പിക്കാം. വേഗമാ പെട്ടിയെടുക്ക. ഇതാ നിങ്ങൾക്കുള്ള രത്നം. രത്നം എവിടെ? ബാഗ് ചേഞ്ച് ആയെന്നാ എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മുടെ ബാഗ്. അങ്ങോട്ട് നോക്കൂ. മാറി നിൽക്ക. ബ്രേക്കിട്, ആരെങ്കിലും ഒന്ന് ബ്രേക്കിട്. ഇതെന്താണ്? നിങ്ങളുടെ ഹോട്ടലിലെ ഗസ്റ്റിനെ ഇങ്ങനെയാണോ വെൽക്കം ചെയ്യാറ്? വല്ലാതെ അടുത്ത് പോയി, വേറെ കൊണ്ടുവാ. ബോസ്, കോഫി മറന്നേക്കൂ. ആ പൂച്ച രത്നം കൊണ്ട് ഓടുകയാണ്. ഓ യേസ്, ഞാനത് മറന്നുപോയി. വേഗം വാ. എടാ, സ്റ്റെപ്പിലൂടെ വേഗം പോ. റൂം എവിടെയാണ്? അങ്ങോട്ട് നോക്ക്. വേഗം വാ. അങ്കിളിന്റെ മുറി ഇവിടെ എവിടെയാണ്? ഇതാ നോക്ക്, ഇതാണ് അങ്കിളിന്റെ റൂം. അങ്കിളിന്റെ മുറി എങ്ങനെയാണ് തുറക്കാൻ കഴിയുക? എന്റെ കയ്യിൽ മാസ്റ്റർ കീ ഉണ്ട്. മാസ്റ്റർ കീ എന്ന് വെച്ചാ എന്താണ്? മാസ്റ്റർ കീ എന്ന് വെച്ചാൽ എടാ കഴുതേ, അത് തന്നെയാ ഞാനും ചോദിച്ചത്. സ്കൂൾ മാസ്റ്ററോ, ട്യൂഷൻ മാസ്റ്ററോ, ഡ്രോയിങ് മാസ്റ്ററോ, അവരെ വെച്ചെങ്ങനെ ഡോർ തുറക്കാൻ പറ്റും? എടാ കീ, മാസ്റ്റർ കീ, താക്കോൽ. ഇത് വെച്ച് ഏത് പൂട്ട് വേണമെങ്കിലും തുറക്കാം. സംശയമുണ്ടോ? പോപ്പട്ടി, വേഗം ഒന്ന് തുറക്ക്. സോറി, ഞങ്ങൾ അറിയാതെ നിങ്ങളുടെ റൂമിലേക്ക് വന്നുപോയി. ഇതാണ് അങ്കിളിന്റെ റൂം. കിറ്റി, നന്നായിട്ട് നോക്ക്. ഇത് അങ്കിളൊന്നും അല്ല, വേറെ ആരോ ആണ്. ഞങ്ങളുടെ അങ്കിൾ എവിടെയാണെന്ന് പറ. അയാൾ ഞങ്ങളുടെ അടുത്തുണ്ട്. എവിടെ അദ്ദേഹം? അത് ഞങ്ങൾ പറയത്തില്ല. ഇവരാണ് അങ്കിളുടെ കിഡ്നാപ്പ് ചെയ്തവർ. അദ്ദേഹം എവിടെയാണെന്ന് ഇവരെ കൊണ്ട് പറയിക്കാം. പിടിക്കവരെ.
എടാ എന്റെ കൂട്ടുകാരനെ തല്ലുന്നോ? ഹേയ്! തങ്കത്തിമിത്തം, ഇതാ എന്റെ താളം തെറ്റി. ഇതെങ്ങനെയുണ്ട്? പിടിക്കവരെ. അവരെ പിടിച്ചാൽ മാത്രമേ അങ്കിൾ എവിടെന്ന് അറിയാൻ പറ്റൂ. അവരതാ ഓടുന്നു. പിടിക്കവരെ. അവർ രക്ഷപ്പെട്ട് ഓടുകയാണ്. എന്റെ പൊന്നെ, അവരോടുന്നത് കൊണ്ട് നമുക്കെന്താ പ്രശ്നം? നമുക്ക് വേണ്ടത് രത്നമല്ലേ? ബോസ് മറന്നോ, അവർ നമ്മുടെ രത്നവും കൊണ്ടാണ് ഓടുന്നത്. പിന്നെ എന്തിനാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വേഗം പോയി പിടിക്കേ. Stupid, idiot. ഒന്നുമില്ലാത്ത പ്ലേറ്റ് ഡിഷസ് എവിടെ? ബോസ് ഡിന്നർ കഴിക്കാനല്ല, നമ്മള് രത്നം തേടി വന്നതാണ്. പിന്നെ നീയൊക്കെ ഇവിടെ എന്തെടുക്കാ? വേഗം ജ്വല്ലറി ഷോപ്പിലേക്ക് പോ. എവിടെയാ ഉമാർ? നമ്മുടെ രക്തവും അടിച്ചോണ്ട് പോയ ഉമാർ എവിടെയെന്ന് പറ. അതാ പോകുന്നു. ഇവരെ കൊണ്ട് മാത്രമേ കന്നാ സാറും അങ്കിളും എവിടെയാണെന്ന് പറയാൻ കഴിയൂ. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വേഗം വന്ന് സ്ട്രെച്ചർ എടുത്ത് മാറ്റ്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ എന്തെടുക്കുകയാണ്? നമ്മൾ ഹോട്ടലിൽ രത്നവ്യാപാരത്തിന് വേണ്ടി വന്നതല്ലേ? ഇടവും മരമണ്ട, നമ്മൾ ഹോട്ടലിൽ തന്നെയാണുള്ളത്. അത് ശരി. അപ്പോൾ രത്നം എവിടെ? അത് അവരെടുത്തുകൊണ്ട് ഓടുകയാണ്. വേഗം പിടിക്ക്. എന്തായി ചെയ്യുന്നത്? വല്ലാത്ത തണുപ്പ്. വേഗം വന്ന് AC ഓഫ് ചെയ്യ്. എനിക്ക് തണുപ്പടിച്ചാൽ പിന്നെ ഉറക്കം വരികയില്ല. ഓ, ഉറങ്ങാനല്ല, നമ്മുടെ രത്നം എടുത്തുകൊണ്ട് പോകുന്നവരെ നമുക്ക് എത്രയും പെട്ടെന്ന് പിടിക്കണം. വേഗം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? എത്ര ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ! ഇതിനെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം. ഇത് അതിമനോഹരമായിരിക്കുന്നു. ഇതിനെ എല്ലാം പിടിച്ച് ഇതിന്റെ കൂടെ കളിക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ബോസ്, നമ്മൾ ചിത്രശലഭം പിടിക്കാനല്ല, ആ രത്നങ്ങൾ എടുക്കാനാണ് വന്നത്. ഓ, വീണ്ടും മറന്നോ? അതെയോ? എങ്കിൽ പിടിക്കവരെ. അവർ രക്ഷപ്പെട്ടു. അടിച്ചു പൊളിച്ചു തിമിർത്തോ. രണ്ടുപേരോട് രക്ഷപ്പെട്ടപ്പോൾ പിന്നിൽ നിന്നും ഇത്രയും പേര് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതും അവരുടെ ആൾക്കാരാണെന്നാ.
മുഴുവൻ ഗണ്ണും ഇവിടെയുണ്ടല്ലോ. ഞങ്ങളുടെ അങ്കിൾ എവിടെയാണെന്നൊന്ന് വേഗം പറയേ. മോനെ, അങ്കിൾ ഭ്രാന്താശുപത്രിയിലാണ്. എന്ത്? നിങ്ങളപ്പോൾ അങ്കിളിനെ പ്രാന്താശുപത്രിയിൽ പൂട്ടിയിട്ടെന്നാണോ പറയുന്നത്? എന്ത് ചെയ്യാനാ, അങ്കിൾ എന്റെ മമ്മിയെ പിടിച്ച് കടിച്ചു മോനെ. അല്ല, കന്നാ സാറിന്റെ അങ്കിള് നിങ്ങളുടെ മമ്മിയെ കടിച്ചെന്നോ? കന്നാ സാറിന്റെ അങ്കിളല്ല, സിംഗ് സാറിന്റെ അങ്കിളാണ്. അല്ല, ആരാണ് ഈ സിംഗ് സാർ? പേരെവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. അങ്ങാണ് സിംഗ് സാർ. ഓ യേസ്. ഇപ്പഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. എന്റെ അച്ഛനും ഒരു സിംഗ് ആണ്. സിംഗിന്റെ മകൻ സിംഗ് ആകാതെ പിന്നെ സിന്ധുബാദ് ആകാൻ കഴിയുമോ? അങ്ങയുടെ മുത്തശ്ശനും സിംഗ് തന്നെയാണ്. സംശയമുണ്ടോ? ബോസ്, നിങ്ങൾ എന്താ കുടുംബ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്? നമ്മൾ വന്നത് ബാഗ് വാങ്ങാൻ വേണ്ടിയാണ്. ഓ യേസ്. അവന്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വാങ്ങിക്ക. ഞാനിത് തരില്ല. ബണ്ണി, ബാഗ് പിടിക്ക. എന്താ രക്ഷപ്പെട്ട് പോകാമെന്ന് കരുതിയോ? എന്നാ പിടിച്ചോ. എങ്ങനെയുണ്ട്? വല്ലാത്ത കനം തന്നെയാണ്. ബാഗ് എനിക്ക് താ. ഇതെന്റെ ബാഗാണ്, ഇങ്ങ തരൂ. സോറി, ഇതാ വെച്ചോളൂ. എന്താ ഈ കാണിച്ചേ? രക്തമുള്ള ബാഗ് തിരിച്ചു കൊടുത്തോ? അയ്യോ, ഞാൻ വീണ്ടും മറന്നുപോയി. പിടിക്കൂ. ജോണി, നാടു റോഡിൽ ഗുണ്ടായുസം കാണിച്ചുകൊണ്ടിരിക്കുകയാണോ? എല്ലാവരെയും പിടിക്ക്, വേഗം പിടിക്ക്. നന്നായി ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ എന്തായാലും എത്തിയല്ലോ. അല്ല, നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയാണ്? കൂട്ടുകാരെ, ഞാൻ ഈ സിറ്റിയുടെ നിയമപാലകനാണ്. പേര് ഡി പാണ്ട, ദിലീപ് പാണ്ട. കുറ്റവാളികൾ എന്നെ ഡേഞ്ചറസ് പാണ്ട എന്ന് വിളിക്കും. അപ്പൊ അങ്ങ് ഞങ്ങളുടെ പാണ്ടയല്ലേ? അല്ല, പക്ഷെ പാലൻപൂരിൽ നിങ്ങൾ വേറെ പേരാണല്ലോ പറഞ്ഞത്. അതെന്റെ സഹോദരൻ ബി പാണ്ടയാണ്. എന്നാൽ ഞാൻ ഡി പാണ്ടയാണ്. ബി കഴിഞ്ഞ ഉടൻ തന്നെ ഡിയോ. അപ്പൊ സി എവിടെ പോയി? എടാ കൊച്ചനെ, അവൻ ഡൽഹിയിലാണ്. ഞങ്ങൾ സഹോദരങ്ങളെല്ലാം പോലീസിലാണ്. സാർ, ഗുണ്ടകൾ ഇവരാണ്, ഞങ്ങൾ നല്ലവരാണ്. 4 ദിവസം അകത്ത് കിടന്നാലേ ആരാണ് ഗുണ്ടകൾ ആരാണ് നല്ലവരെന്ന് അറിയാൻ കഴിയാം. നിങ്ങൾ ഞങ്ങളെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്കിളിനെ രക്ഷിക്കാൻ കഴിയില്ല. സംശയമുണ്ടോ? അപ്പൊ ഒറ്റ ഐഡിയ ഉള്ളൂ, ഓടിക്കോ. എടാ നിക്ക് നിക്ക്. അവിടെ കിടക്കാതെ വേഗം പോയി പിടിക്ക്. എടാ നിൽക്ക് നിൽക്ക്. എടാ അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു പഴയ വീട് കാണുന്നുണ്ട്. അവിടെ ആരും ഉണ്ടാകാൻ വഴിയില്ല. വേഗം വാ, നമുക്ക് ഇന്ന് രാത്രി അവിടെ തങ്ങാം. താങ്ക് ഗോഡ്, എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇപ്പോൾ നമ്മൾ സേഫ് ആണ്. സംശയമുണ്ടോ? ഞാൻ നോക്കിയിട്ട് ഇവിടെ എങ്ങും സേഫ് കാണുന്നില്ല. എവിടെയെന്ന് കാണിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. കൊച്ചളിയാ, നീ എങ്ങാനും കണ്ടിരുന്നോ? എടാ കഴുതേ, അങ്ങനെയല്ല പറഞ്ഞത്. സേഫ്, നമ്മൾ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. നമ്മളെവിടെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മൾ ഇവിടെ തന്നെ നിന്നാ പിന്നെ നമ്മൾ അന്വേഷിച്ചു വന്നവരെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. പോലീസ് നമ്മുടെ പുറകെ തന്നെയുണ്ട്. സംശയമുണ്ടോ? പോലീസിനോട് ഇക്കാര്യം പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവര് വിശ്വസിക്കില്ല, കാരണം നമ്മൾ അവരുടെ അടുത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലേ. ആ ഇൻസ്പെക്ടർ നമ്മെ അകത്തിടാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോ കിറ്റി, നമ്മളിപ്പോ ഗുണ്ടകളും പോലീസും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ താമസിക്കേണ്ടി വരുമോ? അല്ല, അവർ നമ്മളെ കണ്ടുപിടിക്കാത്തതുപോലെ നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. എന്നാ നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്താലോ?
കൊച്ചളിയ എനിക്ക് സൽമാൻ ഖാന്റെ മുഖം മതി കേട്ടോ. എനിക്ക് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാരും കൂടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ നീ ഇവിടെ കിടന്ന് തമാശ പറയാണല്ലേ? തമാശ പറഞ്ഞതല്ല, ഐ എം സീരിയസ്. ഐ ലവ് സല്ലു. എന്നെ കണ്ട അദ്ദേഹത്തെ പോലെ തന്നെ ഉണ്ടല്ലേ? എടാ കഴുതേ, നമ്മൾ ഗുണ്ടകളെ തരയുകയാണ്. നമ്മളെ ആണെങ്കിൽ പോലീസ് തരയുന്നു, സംശയമുണ്ടോ? നമ്മൾ ഗുണ്ടകളുടെ പുറകിൽ, പോലീസ് നമ്മുടെ പുറകിൽ. മലയാള സിനിമയ്ക്ക് പറ്റിയ ടൈറ്റിലാ. ബണ്ണി, പ്ലാൻ എന്താന്ന് പറയാ? അങ്കിളുടെയും കണ്ണാ സാറിനെയും ആ ഗുണ്ടകൾ തന്നെയാ കിഡ്നാപ്പ് ചെയ്തത്. പിന്നീട് ആ ഗുണ്ടകൾ റൂമിൽ വന്ന് എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫോർമുല കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫോർമുല എവിടെ? എനിക്ക് തോന്നുന്നത് ഫോർമുല അങ്കിളുടെ ഹോട്ടൽ റൂമിൽ തന്നെ ഉണ്ടാവും. വേഗം വാ, നമുക്ക് പോയി അന്വേഷിക്കാം. ശരി. പോലീസിനും ഗുണ്ടകൾക്കും നമ്മളെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ ഫേസ് മാറ്റിവെച്ച് പോകണം. അത് ശരിയാ, പോകാം. ഇപ്പോൾ വേണ്ട, നമ്മളെല്ലാവരും നാളെ രാവിലെ ഹോട്ടലിലേക്ക് പോവാം. എന്നാൽ ഫേസ് മാറ്റാൻ എന്താണ് ചെയ്യുക? നമുക്ക് അങ്കിളുടെ വീട്ടിലേക്ക് പോകണം. ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. കൊച്ചളിയ, അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടിനെ പുറത്താക്ക്. സംശയം തോന്നുന്നത് എപ്പോഴും അവനാണ്. എപ്പോഴും ചോദിക്കും സംശയമുണ്ടോ? അത് കേൾക്കുമ്പോ എല്ലാവർക്കും സംശയം തോന്നും. നിന്റെ മണ്ടത്തരം കാരണം നമ്മൾ കുടുങ്ങും, സംശയമുണ്ടോ? നിങ്ങൾ ഇവിടേക്ക് വരുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വെൽക്കം സർ, വെൽക്കം. എന്താണ് വേണ്ടത്? ചായയാണോ കാപ്പിയാണോ? സാർ പീറ്റർ അല്ല, ബോസാണ്. നമ്മൾ ഇവരെ പിടികൂടാനാണ് വന്നത്. അത് തെറ്റാ. ഞങ്ങള് വേഷം മാറി വന്നിരിക്കുക. നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. നിങ്ങൾ വേഷം മാറി, എന്നാൽ ബാഗിനെ മാറ്റാൻ മറന്നല്ലോ. ഓടിക്കോ. സെക്യൂരിറ്റി, പിടിക്കവരെ. വേഗം പോലീസിനെ വിളിക്ക്. യെസ് സർ. മാറിക്കോ, മാറിക്കോ, മാറിക്കോ. മാറിക്കോ, മാറിക്കോ. എക്സ്ക്യൂസ് മീ, നമ്മൾ എന്തിനാ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് സ്വിമ്മിങ് ചെയ്യുന്നത്? നമ്മൾ സ്വിമ്മിംഗ് ചെയ്യുകയല്ല, സ്വിമ്മിംഗ് പൂളിൽ വീണതാണ്. വേഗം കേറ്. അവരെ വേഗം പിടിക്ക്. അകത്തേക്ക് പോ. എക്സ്ക്യൂസ് മീ, എന്റെ ഓർഡർ വേഗം എടുത്തുകൊള്ളൂ. ഇന്നത്തെ പാർട്ടി എന്റെ വകയാണ്. പാർട്ടിയല്ല വേണ്ടത്, രത്നമാണ് വേണ്ടത്. ഓടിക്കോ. വല്ലാതെ ചിരി വരുന്നുണ്ടോ? നോ സാർ. എന്നോടാണോ കളി? എന്നോട് കളി വേണ്ട.
അവരോടി രക്ഷപ്പെടുകയാണ്. പിടിക്കവരെ. അവർ വീണ്ടും രക്ഷപ്പെട്ടു. വണ്ടി നിർത്താൻ. ഓടിക്കോ പോലീസ്. അവരെ പിടിക്കണം സാർ. ഇവര് ഹോട്ടൽ മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായി. കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ആദ്യം ഈ ഹോട്ടൽ നശിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. അവരെ വേഗം പിടിക്ക്, വേഗം. സാറേ, ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങൾ ഇവിടെ അങ്കിളിനെ അന്വേഷിച്ച് വന്നാണ്. ദേ നോക്ക്, ഞാനാണ് ഇവിടെ പോലീസ്. അതുകൊണ്ട് അന്വേഷിക്കേണ്ടത് ഞാനാണ്. അത് അങ്കിൾ ആണെങ്കിലും ശരി, ആന്റി ആണെങ്കിലും ശരി, അമ്മ അവനാണെങ്കിലും ശരി, ഇവരെ പിടിച്ചോണ്ട് പോകൂ. അവിടെ കിടന്നോ, വേണ്ടി പോകരുതാ. ഇൻസ്പെക്ടർ ഡി പാണ്ട, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ദേ നോക്ക്, നിങ്ങൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ശിക്ഷ. എന്നാൽ നിങ്ങൾ തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ അറിയുമായിരുന്നു. നിർത്തൂ. വണ്ടി നിർത്തൂ. ഞാൻ കവിത പറയില്ല, ആരും കൈയടിക്കണ്ട. എവിടെ പോയി? ഞാൻ വണ്ടിയുടെ ശബ്ദം കേട്ടതാണല്ലോ. അല്ല സുഹൃത്തെ, ആരാണ് താൻ? ഇപ്പൊ പപ്പടം പൊടിയും പോലെ താൻ ടയറിനിടയിൽപ്പെട്ട് പൊടിഞ്ഞു പോകുമായിരുന്നു. ഇത് എന്റെ കന്നാ സാറാണ്. താനെന്താണോ നീതി ദേവതയാണെന്ന് വിചാരിച്ചോ? ഈ കറുത്ത തുണി താനെന്തിനാണ് കണ്ണിൽ കെട്ടിയിരിക്കുന്നത്? ഇദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്തതാ. ദേ നോക്ക്, നിന്റെ കാൽ താഴെയെങ്ങാനും വെച്ചാൽ, ശരിക്ക് കേട്ടോ, നിനക്ക് നടക്കാൻ കാലുണ്ടാവില്ല. ഞാൻ അതിനെ കട്ട് ചെയ്തെടുക്കും. സാമ്പാർ വെക്കണമെങ്കിൽ നല്ല ഒന്നാം തരം മുരിങ്ങയ്ക്ക വേണം. ഇൻസ്പെക്ടർ പാണ്ട, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അടിക്കാം, തീർച്ചയായും അടിക്കാം. എന്നാൽ സ്ഥലം ഞങ്ങളുടെ ആയിരിക്കണം, സമയവും ഞങ്ങളുടെ ആയിരിക്കണം, കൂടാതെ നല്ല മൂഡും ഉണ്ടായിരിക്കണം. ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ടയല്ല, അദ്ദേഹത്തിന്റെ സഹോദരൻ ഡി പാണ്ടയാണ്. ഓ സർ, ഇവര് ഞങ്ങൾ കള്ളന്മാരാണെന്ന് കരുതി പിടിച്ചോണ്ട് പോവാ. പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ. പനി വന്നാൽ കഴിക്കേണ്ടത് നല്ല മരുന്നാണ്. ഇൻസ്പെക്ടർ സാറേ, ഇവരെ വിട്ടേക്കൂ. ഇവർ കുട്ടികളാണ്. അടികൈ. താൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമല്ല. സാധനങ്ങളൊക്കെ പൊട്ടിച്ചു, അതിന്റെ കാശ് കൊടുത്തേ മതിയാകൂ. സാർ, അങ്കിൾ കിഡ്നാപ്പ് ആയിരിക്കുകയാണ്. ഞങ്ങൾ അവരെ അന്വേഷിക്കുകയായിരുന്നു. ആ കിഡ്നാപ്പേഴ്സ് ഞങ്ങളെ പിന്തുടരുകയായിരുന്നു. അവൻ പറഞ്ഞത് ശരിയാണ്. അങ്കിൾ ഗുണ്ടകളുടെ സങ്കേതത്തിലാണ്. ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് രക്ഷപ്പെട്ടത്. അത് ശരി. അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്ത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? അതറിയില്ല സാർ, കാരണം അവരെന്നെ കണ്ണു കിട്ടിയാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. പക്ഷെ രക്ഷപ്പെട്ട് വന്നപ്പോൾ ആ സ്ഥലം കണ്ടു കാണുമല്ലോ. സംശയമുണ്ടോ? എടാ, അത് പിന്നെ എന്റെ കണ്ണിൽ കെട്ടിയിരുന്ന തുണി ശകലം നീങ്ങിയപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. വഴി മാത്രം കാണാൻ പറ്റിയത് കൊണ്ട് ഞാൻ ഓടിപ്പോന്നു.
കേട്ടല്ലോ, നിങ്ങൾ എല്ലാവരും എന്നെയല്ലേ കഴുതാന്ന് പറയുന്നേ. ഇദ്ദേഹത്തിന് തുണിയെടുത്ത് കളഞ്ഞൂടായിരുന്നോ? ഭൂകമ്പത്തിൽ കെട്ടിടങ്ങളെല്ലാം തകർന്നു. പേടിയിൽ ഞാൻ തുണിയെടുത്ത് മാറ്റാൻ മറന്നു. അടികൈ. ഇൻസ്പെക്ടർ പാണ്ട, കണ്ടോ അങ്കിളിനെ അന്വേഷിച്ചു വന്ന കാര്യം? ഇപ്പോഴെങ്കിലും അങ്ങക്ക് മനസ്സിലായല്ലോ. പ്ലീസ് പ്ലീസ് ഞങ്ങളെ വിട്ടേക്കൂ. ദാ നോക്ക്, ഒരുപാട് നഷ്ടങ്ങൾ ഹോട്ടലിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പോലീസ് കേസാണ്, ഞങ്ങൾക്ക് വിടാൻ കഴിയില്ല. എങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. കണ്ണ സാറേ ഓടിക്കോ. നിൽക്ക്, വെടിവെക്കരുത്. അവര് കുട്ടികളാണ്. ചെന്നവരെ കണ്ടുപിടിക്ക. രാവിലെ എഴുന്നേറ്റാൽ കുടിക്കണം നല്ല ചായ. ഇനി ഒരടി പോലും എനിക്ക് ഓടാൻ വയ്യ. അടികൈ. നമ്മൾ ഒരുപാട് അകലെയെത്തി. ഇനി അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. സർ, അവരെങ്ങനെയാണ് സാറിനെ കിഡ്നാപ്പ് ചെയ്തത്? എന്റെ കിറ്റി, ഞാൻ എന്റെ അങ്കിളിനെ അന്വേഷിച്ചാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഞാൻ അങ്കിളിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോ ഫോർമുല എന്റെ കയ്യിലാണെന്ന് കരുതിയാണ് അവന്മാർ എന്നെ കിഡ്നാപ്പ് ചെയ്തത്. ഫോർമുല ഫോർമുല ഫോർമുല. യഥാർത്ഥത്തിൽ ഈ ഫോർമുല എന്ത് ഫോർമുലയാണ്? അങ്കിൾ പുതുതായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ മെമ്മറി ലോസ് ആവും. ഓ അത് ശരി, ഇപ്പോഴാ കാര്യം പിടികിട്ടിയേ. അപ്പോൾ ആ ഗുണ്ടകൾക്ക് ആ മരുന്ന് വേണം. ആരടുത്തെങ്കിലും മോഷ്ടിച്ചിട്ട് ആ മരുന്ന് അവരെ കുടിപ്പിക്കും. മോഷണം പോയവർ മറക്കുകയും ചെയ്യും. മോഷ്ടിച്ചത് ആരാണെന്ന് അറിയുകയുമില്ല. ഭൂമിയിൽ നിന്ന് ആരാണ് ആദ്യം ചന്ദ്രനിലേക്ക് ചെന്നത്? ഗുണ്ടകൾക്ക് അതുകൊണ്ടാണ് ഫോർമുല വേണ്ടത്. അടികൈ. ആ ഫോർമുല എന്റെ പക്കലുണ്ട്. ഞാൻ കള്ളം പറഞ്ഞതാണ്. എന്നാൽ ഈ കാര്യം നമ്മൾ ഗുണ്ടകളുടെ അടുത്ത് എത്തിക്കണം. ഫോർമുല എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഇതറിയുമ്പോൾ ഗുണ്ടകൾ എന്റെ പുറകെ വരും. അപ്പോൾ നമുക്ക് അങ്കിളിനെ രക്ഷപ്പെടുത്താം. എന്നാൽ ഇക്കാര്യം എങ്ങനെയാണ് നമുക്ക് അവരെ അറിയിക്കാൻ കഴിയുക? TV മുഖേന. പ്രശസ്ത സയന്റിസ്റ്റ് കന്ന കടത്തപ്പെട്ടിരിക്കുന്നു ഒരു ഫോർമുലയ്ക്ക് വേണ്ടി. എന്നാൽ ആ ഫോർമുല ഇപ്പോൾ ബണ്ണിയുടെ പക്കലുണ്ട്. എത്ര മണ്ടന്മാരായ കിഡ്നാപ്പേഴ്സാണ് ഒരു ഫോർമുലയ്ക്ക് വേണ്ടി സയന്റിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. യഥാർത്ഥ ബണ്ടൻ അങ്ങാണ് ബോസ്. സയന്റിസ്റ്റ് കനിയെ കിഡ്നാപ്പ് ചെയ്തത് നമ്മളാണ്. അങ്ങ് എന്താ അത് മറന്നുപോയോ? ഓഹോ, ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇന്നലെ മുതൽ ടെൻഷനിലാണ്. ഇങ്ങനെ എന്തിനാണ് ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നതെന്ന്. ബോസ്, അങ്ങയുടെ ഈ ഓർമ്മക്കുറവ് കാരണം ഒരു ദിവസം നമ്മൾ വലിയ ആപത്തിൽ ചെന്ന് ചാടും. എന്നാൽ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. ഫോർമുല വെച്ചിരിക്കുന്ന അവരിപ്പോൾ TV സ്റ്റേഷനിലാണ് ഉള്ളത്. നമ്മുടെ ആൾക്കാരെ അയച്ച് ഉടൻ തന്നെ അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരൂ. ഗോ ഐ സെഡ് ഗോ. ഈ വാർത്ത ആദ്യമായി നമ്മുടെ ചാനലിലാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർക്കുക. പിന്നെ മിസ്റ്റർ ബണ്ണി, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ കിഡ്നാപ്പ് ചെയ്ത സയന്റിസ്റ്റിന്റെ അനന്തരവൻ എല്ലാവരും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. മഴവെള്ളം കണ്ടാൽ മുറുക്കി ഉടുക്കണം മുണ്ട്. എന്തിനു വേണ്ടിയാണോ അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്തത് ആ ഫോർമുല ഞങ്ങളുടെ കയ്യിലുണ്ട്. അടികൈ. ശരി മിസ്റ്റർ ബണ്ണി, ഈ ഫോർമുലയിൽ അങ്ങനെ എന്താണ് ഉള്ളത്? ഇത് വളരെ രഹസ്യമാണ്. ഈ ഫോർമുല ഞങ്ങൾ ആർക്കും കൊടുക്കില്ല. ആ ബാഗ് പൂച്ചയുടെ കയ്യിലാ ഉള്ളത്. ആ പൂച്ചയാണെങ്കിൽ TV സ്റ്റേഷനകത്താ ഉള്ളത്. വേഗം വാ, നമുക്ക് TV സ്റ്റേഷനിലേക്ക് പോകാം. എല്ലാവരും വേഗം വരൂ. നമുക്ക് ഉടൻ TV സ്റ്റേഷനിൽ എത്തണം. എന്നിട്ട് കുറ്റവാളികളെ നമുക്ക് അറസ്റ്റ് ചെയ്യണം. വരൂ. രാത്രിയിൽ എന്തിനാണ് കള്ളൻ വീട് കയറി കക്കുന്നത്? ഒരാവശ്യവുമില്ല. നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അടികൈ. അത് അവർ വന്ന് നമ്മളെ കൊണ്ടുപോകാനാ. ഈ അവർ ആരാണ്? അവർ തന്നെ, അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്ത അവർ തന്നെ. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മര്യാദക്ക് വാനിൽ കയറിയിരിക്കുക. എന്തിന്? നിങ്ങളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യുകയാണ്. കൊച്ചളിയാ, ഇവർ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുക. തല്ലോ. എടാ വേണ്ട.
എടാ വേണ്ട, എടാ നിൽക്ക്. ഇവരെ നമ്മൾ അങ്കിളുടെ അടുത്തേക്ക് കൊണ്ടുപോകുള്ളൂ. കൊച്ചളിയ, ഇവർ നമ്മളെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ്. ഈ കിഡ്നാപ്പ് നടക്കാൻ പാടില്ല. ഇവരുടെ പ്രശ്നം എന്താണ്? ഇവരെന്തിനാ നമ്മളെ രക്ഷിക്കുന്നേ? ഒരു മിനിറ്റ്, ഇവരുമായിട്ട് നമ്മൾ ഇതിന് അടി ഉണ്ടാക്കുന്നേ? രത്നത്തിന് വേണ്ടിയാണ് ബോസ്. അത് ശരി. രത്നം വെച്ച് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആദ്യം അതൊന്ന് പറഞ്ഞു തരൂ. ഇങ്ങനെ കൊണ്ട് തോറ്റു. അത് നമുക്ക് വിൽക്കേണ്ടതാണ്. കാശ് കിട്ടുന്ന കാര്യമാണ്. ഓ യാ, എനിക്കിപ്പോഴാണ് കാര്യം ഓർമ്മ വന്നത്. കൊല്ല. ബോസ്, ഞങ്ങൾ നിങ്ങളുടെ ആൾക്കാരാണ്. സോറി സോറി, എന്നോട് ക്ഷമിക്ക്, ഞാൻ മറന്നുപോയി. വേഗം വണ്ടി ഓടിക്ക. ഈ റേസ് നമുക്ക് തന്നെ ജയിക്കണം. അവരുടെ മുമ്പിൽ പോ, മുമ്പിൽ പോ. റേസ് അല്ല ബോസ്, നമ്മൾ അവരെ പിന്തുടരുക. നമ്മുടെ രത്നങ്ങളെല്ലാം അവരുടെ വാനിലാ ഉള്ളത്. അതാ പോകുന്നു, വേഗം പുറകെ പോ. സബാഷ്. ബൈ ദ ബൈ, ആരാണ് ഇവരൊക്കെ? ഫോർമുല കയ്യിൽ വെച്ചിരിക്കുന്നത് ഇവരാണ് ബോസ്. അല്ല, എന്ത് ഫോർമുല? അങ്ങ് വീണ്ടും മറന്നു. നമുക്ക് ഓർമ്മ കെടുത്താനുള്ള ഫോർമുല വേണം ബോസ്. എന്റെ ഓർമ്മ ഇപ്പോൾ തന്നെ പോയി കിടക്കുകയല്ലേ. പിന്നെ ആ ഫോർമുല വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ്? ജനങ്ങളെ കൊള്ളയടിച്ച് നമുക്ക് അവരുടെ ഓർമ്മകളെല്ലാം നശിപ്പിക്കണം. ഓക്കെ, എനിക്ക് വേണം ആ ഫോർമുല. എടാ ബന്നി, ആ ഫോർമുല ഇവർക്ക് കൊടുക്കരുതാ. എനിക്ക് ഫോർമുല വേണം. ആദ്യം അങ്കിളിനെ വെറുതെ വിട്. എന്നോട് തന്നെ ആജ്ഞാപിക്കുകയാണോ? ഇന്ധനം ഒഴിച്ച് വാഹനങ്ങൾ ഓടിക്കൂ. അങ്കിളിനെ വിട്ടില്ലെങ്കിൽ ഫോർമുല ഞങ്ങൾ നശിപ്പിക്കും. അടികൈ വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഫോർമുല നശിപ്പിക്കരുത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ വിട്ടയച്ചേക്കൂ. കൊച്ചളിയ, ഇവര് അങ്കിളിനെ സ്വതന്ത്രനാക്കാൻ പോവാണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാ? നിന്റെ കയ്യിലാണെങ്കിൽ ഫോർമുലയൊന്നും ഇല്ലല്ലോ. എന്താ പറഞ്ഞത്? എല്ലാവരെയും ബന്ദിയാക്കൂ. ഓടിക്കോ. പിടിക്കൂ. യാഹൂ! ഞാൻ പണ്ടേ വാങ്ങിച്ചു നല്ലൊരു ബ്ലാക്ക് ബെൽറ്റ്. എന്റെ അടുത്ത് വേണ്ട നിങ്ങളുടെ ഫൈറ്റ്. എന്റെ അമ്മച്ചിയേ! Let's continue. ഓടിക്കോ.
എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ കയ്യിൽ തോക്കുണ്ട്. ആരാണിവർ? ഫോർമുല എനിക്ക് കിട്ടിയേ പറ്റൂ. ഇല്ല, അത് നടക്കില്ല. ഫോർമുല എനിക്ക് വേണം. ആംഗിളിനെ കിഡ്നാപ്പ് ചെയ്തത് ഞാനാണ്. ഫോർമുല എനിക്ക് വേണം. ഇതെന്താ നിന്റെ അങ്കിളാണോ? ആണെങ്കിൽ എടുത്തോ, പക്ഷെ ഫോർമുല എനിക്ക് വേണം. അത്രയ്ക്കായോ നീ? എന്നാ പിടിച്ചോ. എന്നാ ഇതാ പിടിച്ചോ. എന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. എന്നാ ഇത് പിടിച്ചോ. എന്നാ ഇതും കൂടെ പിടിച്ചോ. ഇത് പിടിച്ചോ. ഇന്നാ പിടിച്ചോ. എന്നാ ഇത് പിടിച്ചോ. ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. അല്ല, നമ്മൾ ഏത് ഫോർമുലയ്ക്ക് വേണ്ടിയാണ് ഈ വഴക്കിടുന്നത്? ബോസ്, നമുക്ക് വേണ്ടത് ഓർമ്മ നശിപ്പിക്കുന്ന ഫോർമുലയാണ്. അതെ, ഫോർമുല എന്റേതാണ്. നമ്മൾ ഇവിടെ ഫോർമുല വാങ്ങാൻ വന്നതല്ല, ആ പൂച്ചയിൽ നിന്ന് രത്നം വാങ്ങാൻ വന്നതാണ്. പൂച്ചയുടെ കയ്യിൽ രക്തമോ? എങ്കിൽ ആ രക്തം എനിക്ക് തന്നെ വേണം. എന്റെ അമ്മ രക്ഷപ്പെട്ടു. എവിടെ പോയടാ? നീ ഇവിടെ നിക്ക്, ഞാൻ പോയി ഉടൻ തന്നെ കണ്ടുപിടിച്ചേക്കാം. ഇത് എന്റെ താവളമാണോ അതോ ഏതെങ്കിലും സർക്കസ് കൂടാരമാണോ? കണ്ടില്ലേ എല്ലാവരും കിടന്ന് കളിക്കുന്നത്? ദാ നോക്ക്, ഇനി ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. കണ്ടില്ലേ, എന്റെ തലയിൽ വെള്ളമെടുത്തൊഴിക്കുകയാണ്. അടിക്ക്. ആദ്യം പോലീസുകാരെ അടിച്ചോടിക്ക്. നമ്മുടെ പ്രശ്നം പിന്നെ പറഞ്ഞു തീർക്കാം. എനിക്ക് തോന്നുന്നത് കുറച്ച് പോലീസുകാരെ കൂടി കൊണ്ടുവരാമായിരുന്നെന്നാ. ഓടിക്കോ, ഇത് നല്ല ചാൻസ് ആണ്. സംശയമുണ്ടോ? ഇല്ല, നമുക്ക് അങ്കിളിനെ രക്ഷിക്കണം. അടിക്ക. ഹായ്, എന്ത് സൗന്ദര്യമുള്ള പൂച്ചയാ. ഓ, എല്ലാവരും പിടിക്ക്, പിടിക്ക്. എല്ലാ കുട്ടികളെയും വേഗം പിടിക്കൂ. എന്തായാലും നല്ല പണിയാണ് ചെയ്തത്. കമ്മീഷണർ ദയാൽ റിപ്പോർട്ടിംഗ് സാർ. എടാ മണ്ട, നീ എന്നെ മണ്ടനെന്ന് കരുതിയോ? ഏതെങ്കിലും കമ്മീഷണർ കീഴ് റാങ്കിലുള്ളവർക്ക് സല്യൂട്ട് ചെയ്യുമോ? അത് ശരി. അപ്പോൾ ഞാനിപ്പോ കമ്മീഷണർ അല്ലെങ്കിൽ ഞാൻ പിന്നെ ആരാണ്? ഡോൺ, അങ്ങ് ഡോൺ ആണ്.
ലോകത്തിലുള്ള എല്ലാ പോലീസും അങ്ങേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ ഇവരങ്ങേ പിടിച്ചത്. സത്യം പറയടാ, നീ ആരാണ്? നിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. സാറേ, ഞങ്ങൾ ഇവിടെ നെയ് വെക്കാൻ വേണ്ടി വന്നവരാണ്. വീണ്ടും മറന്നു ബോസ്, നമ്മൾ ഇവിടെ വന്നത് രത്നം അന്വേഷിച്ചാണ്. എന്റെ പൊന്നെ, ഞാൻ മറന്നതല്ല, രക്ഷപ്പെടാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞതാ. മാനിനെ ഓടിച്ച സിംഹം അതിനെ കൊന്നു. ഈ ഫോർമുലയുടെ ഇടയ്ക്ക് രത്നം എവിടുന്ന് വന്നു? അടികൈ. ഞങ്ങൾ ഇവിടെ രത്നം സ്മഗിൾ ചെയ്യാൻ വന്നതാണ്. എന്നാൽ ഈ പൂച്ച അവരുടെ ബാഗിന് പകരം ഞങ്ങളുടെ ബാഗാണ് എടുത്തുകൊണ്ട് വന്നത്. രത്നം എന്റേതാണ്. രത്നം എന്റേതാണ്. അപ്പോൾ എന്റേത് എന്താണ്? അതെനിക്ക് എങ്ങനെ അറിയാം? ഫോർമുല നിന്റേതായിരിക്കും. അത് ശരി, എന്നാ പിടിച്ചോ. എന്തൊരു സുഖം. അതെ, ഒരു കേസ് സോൾവ് ചെയ്യാൻ വന്നപ്പോ 2 സോൾവ് ആയി. എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറ്റ്. യെസ് സാർ. വേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് ഉപകാരമാണ് ചെയ്തത്. അതെ, ഇവര് എന്നെയും ഫോർമുലയും രക്ഷിച്ചിരിക്കുകയാണ്. ഉഴുത പാടത്തിൽ മാത്രമേ ഞാറ് നടൂ. ഇൻസ്പെക്ടർ ഈ പാവം കുട്ടികളെ വെറുതെ വിടൂ. അടികൈ. ഞാൻ അടിക്കാം, തീർച്ചയായും അടിക്കാം. എന്നാൽ അത് തന്റെ ഈ പൊട്ട കവിതയ്ക്ക് വേണ്ടിയല്ല, ഈ കുട്ടികൾക്ക് വേണ്ടി. ഇവര് കാരണമാണ് 2 അപകടം പിടിച്ച ഗ്യാങ്ങിനെ പിടികൂടാൻ സാധിച്ചത്.